ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് മാവ് കുഴക്കാനോ കലക്കാനോ ഒന്നും നിൽക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഉള്ളി വഴറ്റാനോ മസാല ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാൽ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞതുമാണ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്ത ചിക്കനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ആ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് കേട്ടോ. മയോണൈസ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് റെഡിയാക്കുന്നത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. 2 ഷീറ്റ് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. ഇനി ഈ സമൂസ ഷീറ്റിൻ്റെ 4 ഭാഗത്തും കുറച്ച് മൈദ കൊണ്ടുള്ള ഗമ്മില്ലേ, മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് കട്ടിയിൽ. അത് 4 ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 4 ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ഒരു ബോക്സ് ടൈപ്പ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. 2 ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ആവശ്യത്തിനുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 4 ഭാഗത്തും ഗം അപ്ലൈ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്കിത് ഒന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ല പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ, ചൂടാക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് കുക്കഡ് ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ആണെങ്കിൽ നല്ലപോലെ കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷവർമയുടെ ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതുപോലെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്